ബീഹാറിൽ 1300 കിലോമീറ്ററുകൾ യാത്ര ചെയ്യാനായിട്ട് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി തീരുമാനിച്ചു. ആ തീരുമാനത്തിനൊപ്പം തേജസ്വി യാദവ് കൂടി ചേർന്നുകൊണ്ട് ബീഹാറിനെ ഇളക്കി മറിച്ചുകൊണ്ടുള്ള ഒരു യാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ യാത്ര നടക്കുന്ന വേളയിൽ നമുക്കറിയാം മലയാള മാധ്യമങ്ങളും അതുപോലെ മറ്റ് ഭാഷകളിൽ ഇപ്പോൾ തമിഴൊക്കെ ആണെങ്കിലും അത്തരത്തിലുള്ള മാധ്യമങ്ങളൊക്കെ ഇത് വലിയ തോതിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടെങ്കിലും പലപ്പോഴും ഹിന്ദി, ഇംഗ്ലീഷ് മാധ്യമങ്ങളൊന്നും തന്നെ അഥവാ നാഷണൽ മീഡിയാസൊന്നും തന്നെ ഇത് വലിയ തോതിൽ റിപ്പോർട്ട് ചെയ്യാൻ അവർ താല്പര്യം കാണിച്ചിരുന്നില്ല എന്ന് മാത്രമല്ല, ടൈംസ് നൗ പോലെയുള്ള ചില മാധ്യമങ്ങളൊക്കെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രശ്നമെടുത്തുകൊണ്ട് ഈ രാഹുലും ഒന്നാണെന്നും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നിങ്ങളെന്തിനാണ് സംരക്ഷിക്കുന്നത് എന്നുള്ള നിലക്കുള്ള ചർച്ചകളാണ് നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ കാണുന്ന ഒരു യാഥാർത്ഥ്യമെന്ന് പറയുന്നത് ഇംഗ്ലീഷ് അതുപോലെ ഹിന്ദി മാധ്യമങ്ങളുമൊക്കെ രാഹുൽ ഗാന്ധിയുടെ വോട്ടധികാര യാത്ര റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. കാരണം അതിന് വലിയ തോതിലുള്ള ജനപിന്തുണ അവിടെ നിന്ന് ആർജിച്ചെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നു. സാധാരണ ബീഹാറിലൊക്കെ തന്നെ ഒരു വോട്ട് രാഷ്ട്രീയമെന്ന് പറയുന്നത് എല്ലാം തന്നെ അവരുടെ ഒരു കമ്മ്യൂണിറ്റി ലോയൽറ്റി കാണിക്കാനും ആ കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള വോട്ടുകൾ മാത്രമാണ് പോകാറുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് മുസ്ലിം അതുപോലെ യാദവ് വോട്ടുകളൊക്കെ തന്നെ RJDക്ക് ചെല്ലുകയും ബാക്കിയുള്ള ഹിന്ദു വോട്ടുകളൊക്കെ തന്നെ BJPക്ക് ചെല്ലുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇത്തവണ അവിടെയൊക്കെ സ്ഥിതികളാകെ മാറി മറിയുന്നു. കാരണം ഈ പറയുന്ന ഒരു കമ്മ്യൂണലായിട്ടുള്ള ലോയൽറ്റി, അതായത് അവരുടെ ജാതിയോടുള്ള വിധേയത്വം കാണിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ ഈ വോട്ടർ അധികാര യാത്രകളിലേക്ക് പാഞ്ഞെത്തുന്നു. അതിൻ്റെ കാരണം അവിടെ വലിയ തോതിൽ ഈ പറയുന്ന ഒരു വോട്ടെടുപ്പിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും ഒക്കെ ഒരു സെനാരിയോ, സാധാരണ വളരെ കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഒരു പോളിംഗ് ആണ് നടക്കുന്നതെങ്കിൽ അതിനും അപ്പുറത്തേക്ക് നിങ്ങൾ സൈഡ് ലൈൻ ചെയ്യപ്പെടുന്നുവെന്നും 65 ലക്ഷത്തോളം വരുന്ന ആളുകൾ ഈ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവായിരിക്കുന്നു എന്ന് പറയുന്ന വലിയ ക്യാമ്പയിൻ എടുക്കാനും ഈ കസ്റ്റോഡിയൻ ഓഫ് ഇലക്ട്രൽ ഡെമോക്രസിയുടെ കസ്റ്റോഡിയനാണ് ഞങ്ങൾ എന്ന് വരുത്തി തീർക്കാനുമൊക്കെ രാഹുൽ ഗാന്ധിക്കും അതുപോലെ തേജസ്വി യാദവിനുമൊക്കെ കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഏതാണ്ട് ഇന്ത്യ മുന്നണിയിലെ നിരവധി ആളുകൾ ഈ വോട്ടർ അധികാര യാത്രയിലേക്ക് ചെല്ലുന്നുണ്ട്. ഇപ്പോൾ സ്റ്റാലിൻ ചെന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ തന്നെ സഖ്യകക്ഷികളെല്ലാവരും തന്നെ വളരെ വോൾ ഹേർട്ടഡ്ലി ഈ പറയുന്ന ജാഥയിൽ അവർ വളരെ ഹൃദയപൂർവ്വം തന്നെ പങ്കെടുക്കുകയാണ്. അവിടെ നമുക്കറിയാം VIP എന്നൊരു പാർട്ടിയുണ്ട്, വികാസ്ശീൽ ഇൻസാൻ പാർട്ടി എന്ന് പറയുന്ന ആ പാർട്ടിയുടെ നേതാവായിട്ടുള്ള മുകേഷ് സഹാനി തന്നെ അവർ ഈ യാത്രയിൽ ഉടനീളം പങ്കെടുക്കുന്നുണ്ട്. കൂടാതെ നമുക്കറിയാം അവിടെ ഏറ്റവും കൂടുതൽ വോട്ടുകളും അതുപോലെ തന്നെയുള്ള മറ്റൊരു ഘടകകക്ഷി എന്ന് പറയുന്നത് CPI-ML എന്ന് പറയുന്ന കക്ഷിയാണ്. അതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ദീപാങ്കർ ഭട്ടാചാര്യ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഇങ്ങനെ അവിടെയുള്ള പ്രതിപക്ഷം ഒന്നടങ്കം പങ്കെടുക്കുന്നു. ആ പങ്കെടുക്കുമ്പോൾ തന്നെ അതിൽ വരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നരേറ്റീവ് എന്ന് പറയുന്നത് സാധാരണ അവിടെ കറപ്ഷൻ എന്ന് പറയുന്നത്, അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നതൊക്കെ സാധാരണയായി നോർമലായി കഴിഞ്ഞ ഒരു സ്റ്റേറ്റാണ് ബീഹാർ എന്ന് പറയുന്നത്. ദാരിദ്ര്യവും കറപ്ഷനും അതുപോലെ തൊഴിലില്ലായ്മയൊക്കെ അവരെ സംബന്ധിച്ചുള്ള വലിയ പ്രശ്നങ്ങളല്ല. പക്ഷേ അതിനും അപ്പുറത്തേക്ക് സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട ആളുകൾ അവർ വളരെ ടാഞ്ചിബിളായിട്ടുള്ള അവർക്ക് തൊടാൻ കഴിയുന്ന, അവർ നേരിട്ട് അനുഭവിക്കുന്ന ഒരു പ്രശ്നം കൂടി വന്നിരിക്കുന്നു. അത് അവർക്കൊരു വോട്ടവകാശം പോലുമില്ല എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് അവർ എത്തിച്ചേർന്നിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ നിരവധി ആളുകൾ ഈ രാഹുൽ ഗാന്ധിയുടെ വോട്ടധികാര യാത്രയിലേക്ക് പങ്കെടുക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഹിന്ദു ആണെങ്കിലും ഇന്ത്യൻ എക്സ്പ്രസ് ഒക്കെ ആണെങ്കിലും അതിൽ വന്നിട്ടുള്ള ലേഖനങ്ങളിലൂടെയൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം. പിന്നെ ഇതിൽ തന്നെ ചില ന്യൂസൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഏതാണ്ട് 1 ലക്ഷത്തിനും 5 ലക്ഷത്തിനും ഇടയിലുള്ള ആളുകൾ ഈ ജാഥയിലേക്ക് ഇതുവരെ പങ്കെടുക്കുന്നുവെന്നും ജനങ്ങളൊക്കെ തന്നെ സാധാരണ നമുക്കറിയാമല്ലോ, ഇപ്പോൾ പ്രധാനമന്ത്രി വരുന്നു അല്ലെങ്കിൽ മറ്റേതെങ്കിലും വലിയ നേതാക്കൾ വരുന്നു എന്ന് പറഞ്ഞാൽ പാർട്ടിക്കാരൊക്കെ തന്നെ ലോറിയോ അല്ലെങ്കിൽ ബസ്സോ അതുപോലെയുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് ആളുകളെ കൊണ്ടുവരികയാണ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ കൊണ്ടുവരാതെ തന്നെ ആളുകൾ നടന്നു പോലും ഈ വോട്ടധികാര യാത്രയിലേക്ക് എത്തുന്നു. ഇത് വലിയ തോതിൽ ഒരു തരംഗമായി മാറുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നൊരു കാര്യം. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബീഹാറിൻ്റെ ഒരു രാഷ്ട്രീയ ചിത്രം തന്നെ മാറുകയാണ്. നേരത്തെ ഒരു ഞങ്ങളാണ്, അതായത് പ്രതിപക്ഷമാണ് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയാണ് ഈ പറയുന്ന ഒരു ഡെമോക്രസിയുടെ, ജനാധിപത്യത്തിൻ്റെ, വോട്ടെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ജനാധിപത്യത്തിൻ്റെ സംരക്ഷകരാകാൻ കഴിയുന്നത് എന്നുള്ള നിലക്കും നിങ്ങളെയൊക്കെ വോട്ടിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള നിലക്കുള്ള വലിയ പ്രചരണം കൊടുക്കുന്നു. ഇതിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. മുസ്ലിംസാണ് ഇതിൽ കൂടുതൽ ഒഴിവാക്കപ്പെടുന്നതെന്നാണ് ധരിച്ചതെങ്കിൽ അവർക്ക് തുല്യമായിട്ടോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലൊക്കെ തന്നെ OBCയും ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റികൾ, SC ST ദളിത് മുതലായ ആളുകളൊക്കെ തന്നെ ഇതിൽ ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന വലിയ രോഷം ആളുകളിൽ കുമിഞ്ഞുകൂടുകയാണ്. ഇതിനെല്ലാറ്റിനും ഉപരിയാണ് നിങ്ങൾ അറിയേണ്ടത്,
ഈ പറയുന്ന സർട്ടിഫിക്കറ്റുകളുമായി അവരെല്ലാവരും തന്നെ ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ ചെന്ന് മണിക്കൂറുകളോളം ക്യൂ നിൽക്കണമെന്നും ആ ക്യൂ നിന്നതിന് ശേഷം അത് വെരിഫൈ ചെയ്തിട്ടും ചിലപ്പോൾ നിങ്ങളുടെ വോട്ടവകാശം കിട്ടാൻ സാധ്യതയില്ല എന്നുമൊക്കെയുള്ള ഒരു കാര്യം അവർ തൊട്ടറിയുന്ന ഒരു കാര്യം അവരുടെ മുമ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ സംഭവിക്കുമ്പോൾ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കമ്മ്യൂണലി അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയോടുള്ള ലോയൽറ്റികൾ മാത്രമാണ് നേരത്തെ ഈ പറയുന്ന ബീഹാറിൻ്റെ പൊളിറ്റിക്സ് എന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ അതിനും അപ്പുറത്തുള്ള വലിയ ബ്രോഡറായിട്ടുള്ള ഒരു വിഷയത്തിലേക്ക് കൂടി, അതായത് ഇന്ത്യയുടെ ഡെമോക്രസിയും ജനാധിപത്യവും ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്നുവെന്നും ഞങ്ങൾക്കാകെ ഉള്ള ഒരു അവകാശം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കാനുള്ള അവകാശമാണെന്നും ആ അവകാശത്തിന്മേൽ പോലും BJP കടന്നു കയറുകയാണ് എന്ന് പറയുന്ന ഒരു ഇമേജ് സൃഷ്ടിക്കാനായിട്ട് ഈ യാത്ര സഹായിച്ചിട്ടുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാം. ഇത് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ളൊരു കാര്യം സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ സസ്റ്റൈനബിലിറ്റി, ഇത് എത്ര കാലം നിലനിർത്താൻ കഴിയും എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. അങ്ങനെ നിലനിർത്താതിരിക്കാനുള്ള പണികളെല്ലാം തന്നെ BJP ഒരു ഭാഗത്തു നിന്ന് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ BJPക്ക് ചിന്തിച്ചതിനേക്കാൾ വലിയ ബുദ്ധിമുട്ടുകളാണ് ഈ പറയുന്ന സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ആ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷനിലൂടെ 65 ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് അവിടെ വോട്ട് നഷ്ടപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞ പോലെ ഏതാണ്ട് 1 കോടി 1.5 കോടിയോളം വരുന്ന ആളുകൾക്ക് വരെ വോട്ട് നഷ്ടപ്പെടാം. കാരണം പുതിയതായിട്ട് ഒരു പോപ്പുലേഷൻ്റെ അകത്തുണ്ടായ വർധനവ് കൂടി കണക്കിലെടുക്കുമ്പോൾ, അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ കണക്കിലെടുക്കുമ്പോൾ ഇത്തരത്തിൽ 1.5 കോടി ആളുകൾ, അതും ഏതാണ്ടൊരു സമൂഹത്തിലെ അവിടുത്തെ ടോട്ടൽ ജനസംഖ്യയുടെ ഒരു 15% വരുന്ന ആളുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാകുന്നു എന്ന് പറയുന്നത് ജനങ്ങളെ വലിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ABP ന്യൂസ് അടക്കം മറ്റ് നിരവധി ചാനലുകളടക്കം തന്നെ എല്ലാവരും തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. നമ്മുടെ മലയാളത്തിൽ നിന്നുള്ള ചാനലുകൾക്ക് അവിടെ പ്രതിനിധികളോ ഈ വോട്ടർ അധികാര യാത്ര പൂർണ്ണമായിട്ട് റിപ്പോർട്ട് ചെയ്യാനുള്ള സംവിധാനങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഇംഗ്ലീഷ്, ഹിന്ദി മാധ്യമങ്ങളൊക്കെ മുഴുവനായും എന്ന് ഞാൻ പറയുന്നില്ല, അവരും കൂടി ഇത്തരത്തിൽ രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയിട്ടുള്ള ഒരു റിപ്പോർട്ട് ചെയ്യുന്നതിന് ഏതാണ്ട് തയ്യാറാകേണ്ട അവസ്ഥയിലേക്കാണ് ബീഹാർ രാഷ്ട്രീയം മാറുന്നത്. അതുകൊണ്ട് ഇതൊക്കെ കൊണ്ട് ഉടനെ തന്നെ ഇനിയിപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇത് കൃത്യമായിട്ട് രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ തേജസ്വി യാദവോ ഒക്കെ തന്നെ സ്വീപ്പ് ചെയ്യും എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. കഴിഞ്ഞ തവണയും ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ, ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ളൊരു പാർട്ടി തേജസ്വി യാദവിൻ്റെ RJD ആണ്, രാഷ്ട്രീയ ജനതാദളാണ്. അതിലെ നേരത്തെ നമുക്കറിയാം ലല്ലു പ്രസാദ് യാദവ് എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ അവിടെ ഭരിച്ചിരുന്നു. ആ ഭരണത്തെ ജംഗിൾ രാജ് എന്നൊക്കെയാണ് വിളിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ 18 വയസ്സിനും 35 വയസ്സിനുമുള്ള ആളുകൾ അന്ന് ജീവിച്ചിരുന്നില്ല, അവർക്ക് ആ ഭരണത്തെക്കുറിച്ച് വലുതായിട്ടൊന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 20 കൊല്ലമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന നിതീഷ് കുമാറിനെതിരെയുള്ള ആൻറ്റി ഇൻകുംബൻസി വളരെ കൂടുതലാണ്. ആ ആൻറ്റി ഇൻകുംബൻസിയേക്കാൾ കൂടുതൽ നേരത്തെ പറഞ്ഞ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ, അത് ഇത്തരത്തിലുള്ള ആളുകൾ ഒഴിവാക്കിക്കൊണ്ട് ഈ പറയുന്ന തെരഞ്ഞെടുപ്പുകൾ തന്നെ കൊള്ളയടിക്കാനുള്ള ശ്രമമാണ് എന്ന് പറയുന്നൊരു കാര്യം ബലപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് കിലോമീറ്ററുകൾ നടന്നുകൾ പോലും ആളുകൾ രാഹുൽ ഗാന്ധിയുടെ വോട്ടധികാര യാത്രയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് വാസ്തവം. ഇത്തരത്തിലുള്ളൊരു വീഡിയോ എടുക്കണോ വേണ്ടത് പലവട്ടം ആലോചിച്ചിരുന്നു. പക്ഷേ മലയാള മാധ്യമങ്ങൾ പോലും അത് കൃത്യമായി നിങ്ങളോട് റിപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ബീഹാറിൽ 2 വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഒന്ന്, അവരുടെ ഒരു സാമുദായിക സ്നേഹം പ്രകടിപ്പിക്കുന്നതിനുള്ള കാര്യം മാത്രമായിരുന്നു തെരഞ്ഞെടുപ്പെങ്കിൽ അതിനപ്പുറത്ത് ഇന്ത്യൻ ജനാധിപത്യം നിലനിൽക്കണമെന്ന് അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ വിചാരിക്കുന്നു. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ഇത് എത്രത്തോളം നാൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും, ഈ തെരഞ്ഞെടുപ്പ് വരെ ഈ ടെമ്പോ നിലനിർത്താൻ കഴിയുമോ എന്നുള്ളതും ഒരു ചോദ്യമാണ്. അതിനെ ആശ്രയിച്ചിട്ടായിരിക്കും ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നത്.